എടാ, ഞാൻ എഴുതുന്ന കഥയിൽ ആരെ വേണമെങ്കിൽ കൊല്ലാം, ആരെ വേണമെങ്കിൽ ജീവിപ്പിക്കാം. അതെൻ്റെ ഫ്രീഡാണ്. അതിപ്പോൾ ജീവിക്കുന്ന ആളെ കൊല്ലാനും കൊന്ന ആളെ ജീവിപ്പിക്കാനും എനിക്ക് പറ്റും. കാരണം അതെൻ്റെ കഥയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഏതോ ഒരു എഴുത്തുകാരൻ മുമ്പ് എപ്പോഴോ എഴുതിയിട്ടതാ. Homo sapien, we say for all the mistakes we make, seeking a place to hide, though the sin will ruin your pride, know it from inside that it is a terrible truth that divides. ഹലോ. ഹലോ അളിയാ, എന്താ പരിപാടി? പുതിയ കഥയുടെ വർക്കിലാടാ. ഏതാ പുതിയ സംഭവം? ഈ കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം നടന്നില്ലേ? ടോയ്ലറ്റിൽ വിട്ടുപോയൊരു പയ്യൻ, ഒപ്പം ഒരു ശവം. പിന്നെ എന്താ സംഭവിച്ചെന്നാണ് കഥ. നിക്ക്, ഞാൻ വിവരിച്ചുതരാം. എടാ, ആരും വരാത്തൊരു ബിൽഡിംഗ്, അവിടുത്തെ ഒരു ഫ്ലോറിലെ ടോയ്ലറ്റ്. അവിടേക്ക് ഒരു പയ്യനെ 2 പേര് ഓടിച്ച് കയറ്റുന്നു. എന്നിട്ട് അവിടുത്തെ ഒരു ബാത്റൂമിൽ അവനെ പൂട്ടിയിടുന്നു. ആ പയ്യൻ കിടന്ന ബാത്റൂമിൽ ഒരു ശവം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ആ പയ്യൻ അതിൽ പെട്ടുപോകുന്നു. അവനെന്താ ചെയ്യേണ്ടത്, ഏതാ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയാണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മറ്റേ 2 പിള്ളേർ ഓടി വന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോൾ പയ്യനെയും ശവത്തിനെയും കാണുന്നു. ഇതാണ് സംഭവം. ഇതിന് ബാക്കി ഞാൻ ഇനി ഇമാജിൻ ചെയ്ത് കഥയാക്കി കംപ്ലീറ്റ് ആക്കും. ഇത് നടന്നേക്ക് ഇന്നേക്ക് കറക്റ്റ് 8 ദിവസമായിട്ടുള്ളൂ. ആടാ, എന്നായിക്കോട്ടെ. ശരി എന്നാ, ഓക്കെ, ശരി. ഇതൊരു ഇൻവെസ്റ്റിഗേഷനോ ഇൻട്രിഗേഷനോ ഒന്നുമല്ല. എൻ്റെ പേര് പീറ്റർ. ഇപ്പോൾ ഞാൻ ഇതുപോലെ ശരിക്കും നടന്നിട്ടുള്ള സംഭവങ്ങൾ, അതായത് ന്യൂസ് വാല്യൂ കുറഞ്ഞ സംഭവങ്ങൾ, അതായത് ന്യൂസ് പേപ്പറിൻ്റെ ഏറ്റവും താഴത്തെ കൂടത്തിൽ കാണുന്ന ന്യൂസും അതുപോലെ സംഭവങ്ങളൊക്കെ ആസ്പദമാക്കി കഥ എഴുതും. എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഞാനത് പോസ്റ്റ് ചെയ്യും. നിങ്ങൾ എന്താ നടന്നതെന്ന് പറഞ്ഞാൽ മതി. ആ ബിൽഡിംഗ് എവിടെയാണ്? ഞങ്ങളുടെ അടുത്തൊരു ബിൽഡിങ്ങാ, അത് വിൽക്കാട്ടിരിക്കുക. അവിടേക്ക് എങ്ങനെയാലും വരാറില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾ മിസ്സായ ഡാനിഷിന് ആരാണ്? നിങ്ങൾ എന്തിനാ അവനെ ഓടിച്ചു കയറ്റിയത്? ഡാനിഷ് ഞങ്ങളുടെ ഒരു ഫ്രണ്ടാ. അവൻ ഞങ്ങളുടെ 10,000 രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് അവൻ തരില്ല എന്ന് പറഞ്ഞിട്ട് ഓടി. അപ്പാപ്പനൊരു 10-40 വർഷം ഇറ്റലിയിലായിരുന്നു. അപ്പോൾ എന്നെ പോലെ ഭയങ്കര എഴുത്തും കുത്താന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ലാറ്റിനിൽ എന്തെങ്കിലുമൊക്കെ പറയും. ഞാനത് കാര്യമാക്കാറില്ല. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, ഓക്കെ? നിങ്ങളവിടെ വേറെ ആരെങ്കിലും കണ്ടിരുന്നു? ഇല്ല. ഞങ്ങൾ കയറി വരുമ്പോൾ അവിടെ നിന്ന് ഒരാൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടോ അയാളെ? ഇല്ല, ആള് മുന്നേ കണ്ടിട്ടില്ല. മുഖം വ്യക്തമല്ലായിരുന്നു. അയാൾ കാണാൻ എങ്ങനെയായിരുന്നു? വലിയ പ്രായമില്ലെന്ന് തോന്നുന്നു. പിന്നെ തുപ്പിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, താടിയൊക്കെ ഉണ്ടായിരുന്നു, ഡാർക്ക് ഷർട്ടൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എത്ര അറിയുള്ളൂ അല്ലേ? വേറെ എന്തെങ്കിലും അറിയുള്ളൂ? പേടിക്കണ്ടാ, ബുക്ക് വീണതാ. എന്നാലും ആരാവും അയാൾ? ഇനി അയാൾ അവക്കുന്നുണ്ടാവുക? അധികം ആരും വരാത്ത ബിൽഡിങ്ങിൽ അയാൾ എന്തിനാവും വന്നിട്ടുണ്ടാവുക? അവിടെ വന്നെന്നുള്ളൊരൊറ്റ കാരണത്തോട്ട് അയാളാണ് കൊന്നത്. ഇപ്പം എങ്ങനെ പൊറപ്പിക്കുക? Homo sapiens, we say, for all the mistakes we make, seeking a place to hide, though the sin will ruin your pride, know it from inside that it is a terrible truth that you are. Correct us. It is a Latin word. In English, we used to tell it as toilet. But in Malayalam, എന്നെ പോലെയുള്ള കാരണവന്മാരുടെ ഭാഷയിൽ കക്കൂസ എന്ന് പറയും.
മനുഷ്യന്മാർ അവരുടെ ആവശ്യശേഷം ശരീരത്തിൽ നിന്നും വരുന്ന മാലിന്യം കൊണ്ടിടുന്ന സ്ഥലം, അതാണ് കൾട്ടസ്. അതിനുശേഷം അവ മണ്ണിലേക്ക് അലിഞ്ഞില്ലാതാകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇഷ്ടഭക്ഷണമാണെങ്കിൽ പോലും ചവച്ചരച്ച് ദഹിച്ചു കഴിഞ്ഞാൽ വെറും തീട്ടം. അതാണ് മനുഷ്യൻ. അവൻ്റെ ആവശ്യശേഷം മറ്റെന്തും അവന് വെറും തീട്ടം. ആൻ അൺവാണ്ടഡ് ഡർട്ടി മാറ്റർ. എന്നെപ്പോലെ ഒരു ഭ്രാന്തൻ മുമ്പെപ്പോഴോ എഴുതിയിട്ട വരികൾ ഞാനും എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? കൾട്ടസ്. കൾട്ടസ് ഡെമോസ്ക്രിപ്റ്റ്. ഇതാരാണ്? ഇതേത് യോഗുരു? ഇതേതാ ഭാഷ? ഒന്നും മനസ്സിലാവണില്ലല്ലോ. ആരും ചെല്ലാത്തൊരിടം. പണി പൂർത്തിയാക്കി വിൽപ്പനയ്ക്കായി വച്ചിട്ടുള്ള ഒരു കെട്ടിടമായിരുന്നു അത്. സമീപത്തൊന്നും ഒരു മനുഷ്യനോ എന്തിന് ഒരു വീടോ ഒന്നുമുണ്ടായിരുന്നു. തികച്ചും വിജനം. അവിടെ എന്ത് സംഭവിച്ചാലും ആരും ഒന്നും അറിയില്ല. കെട്ടിടത്തിനുള്ളിലെ കക്കൂസിൽ നിന്നും ആകെ ഒരു പെടച്ചിലിൻ്റെ ഇരമ്പലായിരുന്നു. മരണത്തിൻ്റെ വക്കിൽ നിന്നും ജീവിക്കണം എന്ന ഒരു യുവാവിൻ്റെ ധീനമായ രോദനം. രണ്ട് യുവാക്കൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഒരുവൻ മറ്റൊരുവിൻ്റെ കഴുത്തിൽ കയർക്കുരുക്കുന്നു. പെട്ടെന്നവൻ നിശ്ചലനാകുന്നു. മരിച്ചു എന്ന് കരുതി കുരുക്കിട്ടവൻ ജഡം കുഴിച്ചിടാനുള്ള സാധനങ്ങൾ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. ആ കെട്ടിടത്തിലേക്ക് 3 യുവാക്കൾ പടികൾ കയറി ഓടി വരുന്നു. ഇത് കണ്ട കൊലയാളി ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ അവരുടെ മുന്നിലൂടെ നടന്നു പോകുന്നു. മുകളിലേക്ക് പോയവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനായി എന്തു ചെയ്യണമെന്നറിയാതെ കൊലയാളി താഴത്തെ നിലയിൽ മറഞ്ഞു നിൽക്കുന്നു. അല്പസമയത്തിന് ശേഷം കയറിപ്പോയവരിൽ 2 പേർ മാത്രം താഴേക്കിറങ്ങി വരുന്നത് കാണുന്നു. മൂന്നാമൻ എവിടെ എന്ന ആശയക്കുഴപ്പം കൊലയാളിയിൽ ഉയരുന്നു. ശേഷം അയാൾ മുകളിലേക്ക് കയറിപ്പോകുന്നു. അവിടെ എത്തിയതും ശവം കിടക്കുന്ന മുറിയിലാണ്. ആ മൂന്നാമൻ കുടുങ്ങിയിരിക്കുന്നത്. കൊലയാളിയുടെ കാലടി ശബ്ദം കേട്ടതും മുറിക്കുള്ളിലുള്ളവൻ വാതിൽ തുറക്കാൻ അപേക്ഷിക്കുന്നു. അതൊന്നും മുഖവിലക്കെടുക്കാതെ വാതിലും പൂട്ടി കൊലയാളി പുറത്തേക്ക് ഇറങ്ങുന്നു. ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത ആശയക്കുഴപ്പത്തിലായിരുന്നു അയാൾ. അധികം ചിന്തിച്ചു നിൽക്കാതെ മുറിക്കുള്ളിലെ ഇരുവരെയും കൊന്ന് കുഴിച്ചിടാമെന്ന തീരുമാനത്തിലെത്തി. താഴെ വന്ന് ചാക്കുമായി മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നേരത്തെ കണ്ട 2 യുവാക്കൾ പടികൾ കയറി വരുന്നത് കാണുന്നു. വാതിൽ പൂട്ടിയിട്ടുണ്ട് എന്ന ധൈര്യത്തിൽ കൊലയാളി അവിടെ കാത്തു നിൽക്കുന്നു. കുറച്ചു കഴിഞ്ഞ് അവർ താഴേക്ക് ഇറങ്ങിപ്പോകുന്നത് കാണുന്നു. അവർ പോയ ശേഷം കൊലയാളി ചാക്കുമായി മുകളിലേക്ക് പോകുന്നു. പൂട്ടു തുറന്ന് അകത്തു കടന്നതും അവശേഷിച്ചവനെയും കൊന്ന് നിശ്ചലനാക്കി. അവരെ ചാക്കിലാക്കി താഴേക്കിറങ്ങി ഒരു പൊന്തക്കാടുള്ള സ്ഥലത്ത് കുഴിച്ചിടാനായി അവരെ മണ്ണിലേക്കിടുന്നു. മനുഷ്യന്മാർ
അവരുടെ ആവശ്യശേഷം ശരീരത്തിൽ നിന്നും വരുന്ന മാലിന്യം കൊണ്ടിടുന്ന സ്ഥലം. അതാണ് കൾട്ടസ്. അതിനുശേഷം അവ മണ്ണിലേക്ക് അലിഞ്ഞില്ലാതാകും. എട്ട് 15 വർഷം മുന്നേ നടന്ന കഥയോ? പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം 15 വർഷം മുന്നേ നെറ്റിൽ ഇട്ടേക്കണം. ഇതാരെഴുതിയതാണ്? ഇനി ഇതിൻ്റെ വല്ല ബുക്കുണ്ടോ? ഇതേത് ഈയോതൊരു ഇനി അപ്പാപ്പനെങ്ങാനാവോ? ഏയ്, എനിക്കിനി ഇതിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഇതന്നെ എഴുതിയാൽ പോരെ. നോർത്ത് പോലീസ് സ്റ്റേഷൻ. ഹലോ, ഞാൻ മിസ്സായ കുട്ടിയുടെ അമ്മയാണ്. അപ്പോൾ പയ്യൻ മിസ്സായിട്ട് എത്ര നാളായി? എനിക്ക് 8 ദിവസമായിട്ടുണ്ട്. ഓ, അപ്പോൾ പരാതി തരാൻ എന്താ എത്ര വൈകിയേ? അത് 2-3 ദിവസത്തേക്ക് അവൻ ഇങ്ങനെ വീട് വിട്ട് പോകാറുണ്ട്. ഇതിപ്പോ ഇത്രയും ദിവസമായിട്ടും കാണുന്നില്ല, പേടിയായി. ഫോണിലാണെങ്കിൽ വിളിച്ചിട്ടും കിട്ടണില്ല. എന്നാ നിങ്ങൾ ഫോട്ടോ ഒന്ന് അയക്കി. ഹലോടാ, ഡീലൊക്കെ ആയിട്ടുണ്ട്. ഈ കേസ് മുട്ടിച്ചെന്നുകൊണ്ട് മാത്രം എനിക്കൊരു 20 ബാക്കി 80 ഞാൻ എടുക്കും. എനിക്കറിയാലോ, മൈക്കിളിനും പിള്ളേർക്കൊക്കെ ഷെയർ കൊടുക്കാനുള്ളതാ. ആടാ, ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച പോലെ ആ ടോലിൻ്റെ ബിൽഡിങ്ങിൻ്റെ അവിടേക്ക് ഞാൻ വരും. മൊത്തം ക്യാഷായിട്ട് നമുക്ക് അവിടെ കാണാം. ആടാ, ഓക്കെ. ഹലോ, അതായത് ഞാനാ. എന്നാ അതിൻ്റെ മോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന് 80% അവനും 20% എനിക്കാണ്. എന്നിട്ട് ആ ബാക്കി അവൻ്റെ പിള്ളേർക്ക് കൊടുക്കാണ്ടോ? മിക്കവാറും മൈക്കുണ്ടാവും. നാളെ വന്ന് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ടോയ്ലറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് വരും. നീ അവനൊന്ന് വേണ്ട പോലെ ഒതുക്കി തരാണെങ്കിൽ 50% നിനക്കും 50% എനിക്കും. നമുക്ക് അങ്ങനെ ഡീൽ ചെയ്യാം. ആക്കെ അവിടെ കേട്ടെ, അത് ഞാൻ ഡീലാക്കി തരാം. അതിന് എനിക്ക് തരാനുള്ള 10,000 രൂപയോ? അത് നാളെ തന്ന പരിപാടി ഡീലാക്കി തരാം. അത് ഞാൻ നിനക്ക് എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചിട്ടല്ലേ നിനക്ക് തരാം. പിന്നെ എൻ്റെ ഇൻവോൾവ്മെൻറ്റിൽ ആരും അറിയണ്ട കേട്ടോ. ഓക്കെ.
വാലും തുറന്നരോ. ഞാനാ നിന്റെ അടുത്ത് ആരവനെ കൊല്ലാൻ പറഞ്ഞു. എന്തേലും പ്രശ്നം വന്നാൽ ഞാൻ ഒറ്റ കൊടുക്കട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ന്യൂലോട്ട് കൊണ്ടേ കാണുള്ളൂ. മനുഷ്യന്മാർ അവരുടെ ആവശ്യശേഷം ശരീരത്തിൽ നിന്നും വരുന്ന മാലിന്യം കൊണ്ടിടുന്ന സ്ഥലം, അതാണ് കൾട്ടസ്. അതിനുശേഷം അവ മണ്ണിലേക്ക് അലിഞ്ഞില്ലാതാകും. ഡാ, ആ കഥ മുഴുവൻ നീ കേട്ടിട്ടില്ലടാ. ഞാൻ വികസിപ്പിച്ചെടുക്കുന്ന കഥ അത് എൻ്റേത് മാത്രമാണ്. ഒരാളെ ജനിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും വധിക്കുന്നതും എൻ്റെ സ്വാർത്ഥതയാണ്. മരിച്ചവനെ ജീവിപ്പിക്കാനും ജീവിക്കുന്നവനെ കൊല്ലാനും എനിക്ക് കഴിയും. കാരണം ഇത് എൻ്റെ സൃഷ്ടിയാണ്. ഇതാരാണോ? അപ്പാപ്പൻ ഒരു 10-40 വർഷം ഇറ്റലിയിലായിരുന്നു. ലാറ്റിനിൽ എന്തെങ്കിലുമൊക്കെ പറയും. ഇനി അപ്പാപ്പനെങ്ങാനാവോ? ഏയ്, What we call a place where your redemption falls. Never a choice to be saved. For the erase, not erase, but disappear. Cultus.